ഇവിടെ നിന്റെ പുറത്ത് വെക്കാനല്ല, എന്റെ പുറത്തല്ല, റൂമിന്റെ പുറത്ത് അവിടെ കൊണ്ടുവെക്കും. റൂമിന്റെ പുറത്താ. ആദ്യം വന്നൊരു കുരിശാറുണ്ട്. അതൊക്കെ ഇവിടെ എന്താണ് പേര്? പേരോ? ഒറ്റ മിനിറ്റ്. സ്വന്തം പേരറിയില്ല, ചോദിക്കാൻ പോയതാ മിടുക്കൻ. ഹവായി ഹവാക്ക. എടോ ചെരുപ്പിന്റെ പേരല്ല ഞാൻ ചോദിച്ചത്, ഞാൻ ചോദിച്ചത് നിന്റെ പേര്. എന്റെ പേരാ? എന്റെ പേര് കുട്ടപ്പൻ. കുട്ടപ്പൻ. കുട്ടപ്പന്റെ സ്ഥലം എവിടെയാണ്? കട്ടപ്പന. എന്താണ് തൊഴില്? കൊട്ടപ്പാക്കിന്റെ പരിപാടിയാ. നല്ല പരിപാടിക്കാരൻ. ജീവിതമൊക്കെ എങ്ങനെയാ കുട്ടപ്പ? കട്ടപ്പോക്കിയാ. കുഴപ്പമില്ലല്ലോ. ഇവിടെ ഒരു കാര്യം ചോദിക്കട്ടെ, കുട്ടപ്പൻ മേരീഡ് ആണോ? എങ്ങനെ? കുട്ടപ്പൻ മേരീഡ് ആണോ? മേരി ആഴ്ചയിൽ ഒരു ദിവസം. എന്താ ഉദ്ദേശിച്ചത്? അല്ലെ അളിയൻ വരുന്ന ദിവസേ. എന്താ ഉദ്ദേശിച്ചത്? ഇതല്ലേ എടാ നീ മദ്യപിക്കുന്ന കാര്യമില്ല, നീ കല്യാണം കഴിച്ചിട്ടുണ്ടോന്നാ ചോദിച്ചു. കല്യാണം കഴിച്ചിട്ടുണ്ട്. കഴിച്ചിട്ടുണ്ട്. കുട്ടികൾ 2. ആരൊക്കെയാണ്? ഒരു കേസും കുട്ടിയും ഒരു പുട്ടും കുറ്റിയും. ഇവിടെ നിന്റെ കിച്ചണിലെ കാര്യമല്ല ചോദിച്ചത്. അദ്ദേഹം ഇവരെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി. ചിൽഡ്രൻ ചില്ലറുണ്ട് 2.50 ബസ്സിനെടുത്തന്നെ ബാക്കിയാ. തനിക്ക് പിള്ളേരുണ്ടോന്ന്? മക്കള് കുട്ടികളുണ്ട്. മെടുക്കൻ. ഒരു കാര്യം ചോദിക്കട്ടെ, ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അറിയണം. അതായത് നിന്റെ വീട്ടിൽ എത്ര മെമ്പർമാരുണ്ട്? മെമ്പർമാരല്ല, വോട്ടർമാരാ. അതല്ല, വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട്? അച്ഛനമ്മക്ക് നിങ്ങൾ എത്ര മക്കളാണ്? അച്ഛനമ്മയ്ക്ക് ഞങ്ങൾ 2 മക്കളാണ്. അച്ഛനമ്മ നിങ്ങൾ 2 മക്കളാണ്. അപ്പൊ നീയാണോ മൂത്തത്? അല്ല, അച്ഛനാ മൂത്തത്. ഏതൊക്കെ അടക്കാൻ പറ്റില്ല, മനസ്സിലായി? തന്റെ അസുഖം എന്താ പറ? അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞത് കണ്ട ശരീരമൊക്കെ നന്നായിട്ട് മെലിഞ്ഞെല്ലാം ഉണങ്ങി. നിന്നെ കാണുമ്പോ തന്നെ ഒരു വല്ലാത്തൊരു വിഷാദമായുള്ള നിനക്കൊരു കാര്യം ചെയ്താൽ പറയാം, അത് രാവിലെ ഒന്ന് എഴുന്നേൽക്കാം, എന്ന് 2-3 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നല്ലൊരു എനർജി കിട്ടും. ഞാൻ ഓടലുണ്ട്. ഞാൻ ദിവസം 4 കിലോമീറ്റർ ഓടും. തിരിച്ച് വീട്ടിലേക്ക് ഓടി വന്നിട്ട് ഡോറ് തുറന്നിട്ട് ഒറ്റ ഇരുത്താ കൊറേ നേരം ഇങ്ങനെ ഇരിക്കും. ഇതാണ് പ്രശ്നം. വീട്ടിൽ തിരിച്ചെത്തി ഒറ്റയ്ക്ക് ഇരിക്കരുത്, ഭാര്യയും മക്കളെയും കൂട്ടി ഒരുമിച്ചിരുന്നാ പോരെ. അത് ശരി, ടോയ്ലറ്റിൽ ഇരിക്കുമ്പോ ഭാര്യയും മക്കളെല്ലാം കമ്പനി അടിച്ചിരിക്കാൻ പറ്റുമോ? അസുഖം എന്ന് പറഞ്ഞാൽ എനിക്ക് അസുഖം ഒരുപാടുണ്ട്. ഇത് തുടങ്ങിയിട്ട് 2-3 മാസമായി. 3 മാസമായിട്ട് ആരും കാണിച്ചില്ല. എന്റെ വീട്ടിലെടുത്തല്ലോ ഗോപാൽ ഡോക്ടർ കഴിഞ്ഞ ദിവസം കൊണ്ടു കാട്ടി. നമ്മുടെ ഗോപാൽ ഡോക്ടർ അയാൾ എന്താണ് പറഞ്ഞത്? 2 കാര്യം. എന്താണ്? ആദ്യത്തെ ഇവിടെ ഇറങ്ങി JCB എടുത്തു പോകാന്ന് പറഞ്ഞു. JCB? ഞാൻ ഒറ്റത് കിട്ടാനൊക്കെ റോഡ് പണിക്ക് കൊണ്ടുപോയല്ലേ, മണ്ണ് മാന്തായ. എടോ അയാൾ JCB എടുക്കാനല്ല പറഞ്ഞത്, ECG എടുക്കാനാണ്. ECG? അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ എന്നോട് അറിയാം, അതെനിക്ക് അത്ര ഇഷ്ടമായില്ല. എന്താ പറഞ്ഞ? മൂത്രം ടേസ്റ്റ് ചെയ്യണം. മൂത്രം നല്ല കാര്യമല്ലേ? നിങ്ങൾക്ക് നല്ല കാര്യം, എനിക്കല്ല കാര്യം. ടേസ്റ്റ് ചെയ്യാനല്ല പറഞ്ഞത്, ടെസ്റ്റ് ചെയ്യാനാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. മനസ്സിലായോ? സത്യത്തിൽ കുട്ടപ്പന്റെ അസുഖം എന്താ പറഞ്ഞത്? സത്യത്തിൽ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളാ. എന്താണ് പ്രശ്നം? അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ നെഞ്ചിന്റെ ഈ വലതു ഭാഗത്തുനിന്ന് ഭയങ്കര ശബ്ദമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരിക. ഈ ഭാഗത്ത് ഭയങ്കരമായിട്ടുള്ള ശബ്ദം? ഈ ഭാഗത്തുനിന്ന്. എന്ത് ശബ്ദമാണ് കുട്ടപ്പ? കേൾക്കട്ടെ. കേൾക്കണം, ശ്രദ്ധിച്ചു കേട്ടോ. ഒരു ട്രെയിൻ പോകുന്ന ശബ്ദം. അതുപോലെ ഇത് ഞങ്ങൾ ഡോക്ടേഴ്സിന്റെ ഭാഷയിൽ ട്രെയിൻ ഓഫ് മാനിയ എന്നാണ് അറിയപ്പെടുന്നത്. മനസ്സിലായോ? കുടുംബ കാര്യം